ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഒമാനിലുള്ള ഒരു ബിലായത്ത് സൈഡ് സ്ട്രോബെറി ഫാമിൻ്റെ കാഴ്ചകളായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത് നിസ്ഫയിൽ നിന്ന് ബഹ്ലയിൽ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ചൂടിലും ഇവിടെ നല്ലൊരു സ്ട്രോബെറി ഫാം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വീക്കെൻഡിൽ വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. ഫ്രഷ് സ്ട്രോബെറീസും നമുക്ക് മേടിക്കാം അവിടെ നിന്ന്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ഇങ്ങനെ ഡയറക്റ്റ് സ്ട്രോബെറീസൊക്കെ പിച്ചി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രോബെറീസ്, ഫാഷൻ ഫ്രൂട്ട്, കുക്കുംബർ, ടൊമാറ്റോ, ഗ്രേപ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ ഫ്രഷ് കണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോക്സിന് ഒറിയലാണ് കേട്ടോ. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് നമുക്കതിൽ പറിച്ചിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുമ്പം അവർക്കും പുതിയൊരു എൻജോയ്മെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ വൈകിട്ടാണ് പോയത് കേട്ടോ ഈ ഒരു ഇതിൽ. പക്ഷേ അപ്പോൾ ഒരു ദിവസം സ്ട്രോബെറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഫ്രഷ് ഇതാണോ, ഇതേപോലത്തെ സ്ട്രോബെറീസ് പറിച്ചെടുക്കാം. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പോയപ്പോൾ രാവിലെ പോയപ്പോൾ പറിച്ചതാണ് കേട്ടോ. അപ്പം നല്ലൊരു രസമാണ് കേട്ടോ അവിടെ പോയി ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട്. കുട്ടിയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പക്ഷേ ഇവിടുത്തെ സ്ട്രോബെറീസൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനും നല്ല മധുരമാണ് കേട്ടോ. നല്ല മധുരമാണ്, നല്ല പഴുത്ത സ്ട്രോബെറീസുമാണ്. അപ്പോൾ നമുക്ക് നോക്കി മേടിക്കാം. നല്ല രസമല്ലേ ഈ ഒരു ചൂടിലും നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരു മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കാണാനല്ലേ. ഇതിൻ്റെ ഫ്ലവർ കാണാനും നല്ല രസമാണ് കേട്ടോ. അപ്പം പിന്നെ പോയത് കുക്കുംബറിൻ്റെ സ്ഥലത്തേക്കാണ്. അപ്പം നിറച്ചും കുക്കുംബർ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. ഫ്രഷ് കുക്കുംബറാണ്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ നോർമലി നമ്മളെ നാട്ടിലേക്ക് പോലെ തോന്നുന്നുണ്ടല്ലേ, ഇങ്ങനെ പടത്തിൽ വയലിലൊക്കെ ഇങ്ങനെ ഇട്ടേക്കില്ലേ. അപ്പം അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഇവിടെ നിന്നും കുക്കുംബർ മേടിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുള്ള കുക്കുംബേഴ്സാണ്. ഫ്രഷ് ആയതുകൊണ്ടായിരിക്കാം. അപ്പം നല്ല കുക്കുംബറും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ഓപ്പൺ ബേസിലോട്ടാണ് പോയത്. ഇവിടെ ഗ്രേപ്സിൻ്റെ സ്ഥലമാണ്, അത്തിപ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഗ്രേപ്സ് മേടിക്കാം. ഗ്രേപ്സ് നോർമലി ചൂടായതുകൊണ്ട് അപ്പം ഇവിടെ നിന്ന് നല്ല ഗ്രേപ്സും കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്, അവിടെയൊക്കെ വെള്ളമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ, പമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല ഗ്രേപ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉണക്കായതുകൊണ്ട് ചെറുതായിട്ട് ഉണങ്ങുന്നുണ്ട്. എങ്കിലും നമുക്കൊരു വേറൊരു സ്ഥലത്ത് പോയി ഈ ചൂടത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ ഇത് അത്തിപ്പഴമാണ്. പിന്നെ ഇവിടെ തന്നെ ബ്രിഞ്ചാൾ, വഴുതനയുണ്ട് കേട്ടോ. ഇതൊക്കെ വഴുതനയുടെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അവർ നല്ലപോലെ വെള്ളവും വളമൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ചൂടത്തും. അപ്പോൾ ഈ ഒരു 50 ഡിഗ്രി ചൂടിലും ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും ഒരു പ്രത്യേകതയും ഒക്കെ വേറൊരു അനുഭവമല്ലേ. അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. താങ്ക് യു.